നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്ത്രീ വിഷയത്തിൽ കോൺഗ്രസിന് മാതൃക മുസ്ലിം ലീഗ് എന്ന സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും വെല്ലുവിളി. കയ്യും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതാണെന്നും എൻ സുരേഷ് ബാബു. സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധം. തൃശൂർ വടക്കാഞ്ചേരിയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് റേഞ്ച് ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകണമെന്നും ബിജെപി. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതായി മന്ത്രി. വിഷൻ 2031 സംഘാടക സമിതി യോഗം പാലക്കാട്ട്. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പണം വെച്ച് ചീട്ടുകളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വീട്ടുടമ ഉൾപ്പെടെ 24 പേർ പോലീസ് പിടിയിൽ. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന അനുബന്ധ സാമഗ്രികളും പിടിച്ചെടുത്തു. 6ഓളം വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറന്റുമായി എത്തിയ പോലീസിനെ കണ്ട് പ്രതി കുളത്തിൽ ചാടി. വീണ്ടും അംഗീകാരത്തിളക്കത്തിൽ ഷൊർണൂർ നഗരസഭ. നഗരസഭയെ തേടിയെത്തിയ സ്വർണ്ണ മെഡൽ. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള അംഗീകാരം. പുരസ്കാരം ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭാ അധികൃതർ ഏറ്റുവാങ്ങും. വടക്കാഞ്ചേരി ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും മലമ്പാമ്പുകളുടെ സാന്നിധ്യം ആശ്വാസകരമല്ലാത്ത വിധം വർദ്ധിക്കുന്നതിൽ പ്രദേശവാസികൾ ഭീതിയിൽ. ജനവാസ മേഖലയിൽ നിന്നും പിടികൂടിയത് കൂറ്റൻ മലമ്പാമ്പിനെ. അട്ടപ്പാടിയിൽ മലമ്പാമ്പിനെ കഴുത്തിലിട്ട യുവാവിന്റെ അഭ്യാസ പ്രകടനം. കേസെടുത്ത് വനംവകുപ്പ്. ചേലക്കര മേപ്പാടത്ത് കൂട്ടാത്മഹത്യാശ്രമം നടത്തിയ കുടുംബത്തിലെ അമ്മയും മരിച്ചത് 34 വയസ്സുള്ള ഷൈജ. മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു. ഷൈജയുടെ മകനും അണിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു എന്നത് ആശ്വാസവാർത്ത. വാർത്തകൾ വിശദമായി. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. കയ്യും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി. സ്ത്രീ വിഷയത്തിൽ അവർക്ക് മാതൃക മുസ്ലിം ലീഗ് എന്നും പരാമർശം. പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല, അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണെന്നും കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും സുരേഷ് ബാബു ഇന്ന് വ്യക്തമാക്കി. അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരികയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും സുരേഷ് ബാബു പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാക്കുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താൽപ്പര്യമില്ല. കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതാണ് CPIM-ന്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയതല്ല, കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കയ്യും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗമെല്ലാം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിന്റെ പാലക്കാട് മത്സരിച്ചത്. പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നും സുരേഷ് ബാബു പറഞ്ഞു. അതായത് ഞാൻ എൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലപാട് വ്യക്തമാക്കി. കാരണം ഈ കാര്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ട വിഷയം. കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ അശ്ലീലങ്ങളല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അതെ, അല്ലല്ല, അങ്ങനെ തെറ്റായിപ്പോ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് പ്രത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ തെറ്റായിപ്പോയി എന്ന് പറയും. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. അതായത് ചോദിച്ചതിന് തന്നെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം, വ്യക്തമാക്കിയ കാര്യം വീണ്ടും നിങ്ങൾ ഈ ക്ലാസ്സിലെ കുട്ടികൾ ചോദ്യം ചോദിക്കുന്ന പോലെ ചോദിക്കരുത്. അതായത് ഞാൻ പറഞ്ഞു, അതിൽ വ്യക്തതയുണ്ടാക്കി. ഇനി അതിനൊരു ഉത്തരവില്ല. അതിനർത്ഥം ഞാൻ അതിൽ നിന്ന് പിന്മാറിയെന്നല്ല. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം.
ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ അധ്യാപകരാണ്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശനെ രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും വടകര MP-യുമായ ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് എതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരം ആക്ഷേപ പ്രസ്താവന നടത്തി ഷാഫിയെയും കോൺഗ്രസ് പാർട്ടിയെയും തകർക്കാമെന്നത് CPM-ന്റെ വ്യാമോഹം മാത്രമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ് അഭിപ്രായപ്പെട്ടു. രീതിയിൽ പദപ്രയോഗം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഷാഫിക്കെതിരെ അതിശക്തമായ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ യുവാക്കളും കേരളത്തിലെ ജനങ്ങളും സ്ത്രീ സമൂഹവും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഇന്നത്തെ ഈ പ്രതിഷേധ സമരം സത്യത്തിൽ ഞങ്ങൾ ഒരു രാവിലെ വരെ ഞങ്ങൾക്കിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. PK വാസു, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, മണ്ഡലം പ്രസിഡന്റുമാരായ S സേവിയർ, രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, A ഷിജു, MR അനിൽകുമാർ, അബ്ദുൾ ഖാദർ, M പ്രശോഭ്, ഷാജി പുതുശ്ശേരി, ഉണ്ണി M, അഖിലേഷ് അയ്യർ, ഉണ്ണി കുമാരൻ, V ആറുമുഖൻ, KN സഹീർ, MK സിദ്ധാർത്ഥൻ, ഷെരീഫ് റഹ്മാൻ, ജലാൽ തങ്ങൾ, രാധാകൃഷ്ണൻ മാത്തൂർ, B ഗൗതമി, H ബുഷറ, നഗരസഭാംഗങ്ങളായ D ഷജിത് കുമാർ, FB ബഷീർ, അനുപമ പ്രശോഭ്, മിനി ബാബു, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക എന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിനു സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. വിഷൻ 2031ന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ കുറവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം 0.5% വർധനവ് ക്രമാനുഗതമായി കൊണ്ടുവരാൻ സാധിച്ചെന്നും 2016 22.92% പദ്ധതി വിഹിതം 2024 28.35% ഉയർത്താൻ സർക്കാരിനായെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്
റാങ്കിൽ കേരളത്തിന് 1ാം സ്ഥാനം ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ഫലമാണ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മിനി MCFകളുടെ എണ്ണം 3 ഇരട്ടിയായി ഉയർത്താനും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും MCFകൾ സ്ഥാപിക്കാനും സാധിച്ചു. 21 ലക്ഷത്തിലധികം ആളുകളെ 2 ലക്ഷത്തോളം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സാക്ഷരരാക്കാനും കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. ഏകീകൃതമായ സോഫ്റ്റ്വെയറിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ K-സ്മാർട്ട് വഴി ഓൺലൈനിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൽഫലമായി 31 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് 66,292 ബിൽഡിംഗ് പെർമിറ്റുകൾ അനുവദിച്ചതായും 57,000-ലധികം വിവാഹങ്ങൾ വീഡിയോ കോൾ മുഖേന രജിസ്റ്റർ ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെമിനാർ ഒക്ടോബർ 13 പാലക്കാട്ട് വെച്ച് നടത്തുമെന്നും പ്രസ്തുത സെമിനാറുകൾ നടക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ നയത്തിൻ്റെയും തുടർച്ചയുടെയും പശ്ചാത്തലത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെമിനാറിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ, പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥ, മാലിന്യ പരിപാലനം, ഗവേണൻസ് തുടങ്ങി 6 മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതിനായി സമാന്തര രീതിയിൽ പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കുമെന്നും പൗര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതിനായി സാധാരണക്കാരെ ഉൾപ്പെടുത്തി സിറ്റിസൺ പാനലും സെമിനാറിൻ്റെ ഭാഗമായി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിഷൻ 2031 സംസ്ഥാനതല വിഷയാധിഷ്ഠിത സെമിനാറുകളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഒക്ടോബർ 13 തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ നടക്കും. സംഘാടക സമിതി രക്ഷാധികാരികളായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, MPമാരായ VK ശ്രീകണ്ഠൻ, K രാധാകൃഷ്ണൻ, അബ്ദുൾ സമദ് സമദാനി, ജില്ലയിലെ എല്ലാ MLAമാരെയും തിരഞ്ഞെടുത്തു. ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ, ജനറൽ കൺവീനർ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, കൺവീനർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ K ഗോപിനാഥൻ എന്നിവരുമാണ്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ A പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് വിഷയാവതരണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ S ജോസ്ന മോൾ സംഘാടക സമിതി രൂപീകരണവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി K സുരേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജി തോമസ് എന്നിവർ സംസാരിച്ചു. P മമ്മിക്കുട്ടി MLA, വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പണം വെച്ച് ചീട്ട് കളിച്ച 24 പേർ പോലീസിന്റെ പിടിയിൽ. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന അനുബന്ധ സാമഗ്രികളും കണ്ടെത്തി. വീട്ടുടമ ഉൾപ്പെടെ 24 പേർക്കെതിരെയാണ് കേസ്. സംഭവ സ്ഥലത്തു നിന്നും 6ഓളം വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഇന്നലെ രാത്രി ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ണിയമ്പുറം വള്ളുവനാട് ഹൗസിംഗ് കോംപ്ലക്സിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. ഒറ്റപ്പാലം, വാണിയംകുളം, പനയൂർ, ഓങ്ങല്ലൂർ, വാടനാകുറിശി, ചെറുതുരുത്തി, കുളപ്പുള്ളി, സൗത്ത് പനമണ്ണ സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത്. വീട്ടുടമ ഉൾപ്പെടെ 24 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന ടോക്കണുകളും കോയിനുകളും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെത്തിയ ടോക്കണുകളിൽ നീല നിറത്തിലുള്ളത് 2000 രൂപയ്ക്ക് സമാനമായുള്ളതും വെള്ള നിറത്തിലുള്ളത് 1000 രൂപയ്ക്ക് സമാനമാണെന്നും പച്ച നിറത്തിലുള്ളത് 500 രൂപയ്ക്ക് സമാനമാണെന്നും പന്തയം കഴിഞ്ഞ ശേഷം ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും UPI സംവിധാനങ്ങൾ വഴിയോ പണം കൈമാറുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സ്ഥലത്തു നിന്ന് 6ഓളം കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് പ്രതി കുളത്തിൽ ചാടി. ഏറെ സമയത്തെ അണിനയ ശ്രമത്തിനൊടുവിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി ആഷിഖാണ് പോലീസിനെ വട്ടം കറക്കിയത്. സൈബർ കേസിൽ വാറണ്ടുമായി എത്തിയ പോലീസിനെ കണ്ട് ഇയാൾ ചന്തപുരയിലെ ധവളാക്കുളത്തിൽ ചാടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഫയർഫോഴ്സ് ഇയാൾക്ക് ലൈഫ് ട്യൂബ് ഇട്ട് നൽകി. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഇയാളെ അണിനയിപ്പിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു. വടക്കാഞ്ചേരിയുടെ ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും മലമ്പാമ്പുകളുടെ സാന്നിധ്യം ആശ്വാസകരമല്ലാത്ത വിധം വർദ്ധിക്കുന്നതിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. വടക്കാഞ്ചേരിയിലെ കരുമത്ര കാപ്പിയിൽ നിന്ന് കൂറ്റൻ മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. കാപ്പിയിൽ താമസിക്കുന്ന പട്ടത്തിൽ വീട്ടിൽ പ്രദീപിന്റെ പുരടത്തിൽ നിന്നാണ് ഏകദേശം 2.5 മീറ്റർ നീളം വരുന്ന ഭീമൻ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അമലയിലെ RRT സംഘം പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു.
കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മേഖലയിൽ അടിക്കടിയാണ് മലമ്പാമ്പുകളെ കാണുന്നത്. പുരയിടങ്ങളിലും വീടുകളിലും പരിസരത്തും പാമ്പുകൾ എത്തുന്നതോടെ കുട്ടികളടക്കമുള്ളവർ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ്. ഇവ വളർത്തുമൃഗങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നു. മലമ്പാമ്പുകൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി കടന്നുവരുന്നതിന്റെ കാരണം കണ്ടെത്തി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലമ്പാമ്പുമായി യുവാവിന്റെ അഭ്യാസം. വനംവകുപ്പ് കേസെടുത്തു. അട്ടപ്പാടിയിലാണ് മലമ്പാമ്പിനെ കഴുത്തിലിട്ട് യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയത്. കഴുത്തിലിട്ട മലമ്പാമ്പുമായി യുവാവ് വഴി നടക്കുന്നത് നവമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സംഭവം പ്രചരിച്ചതോടെയാണ് അധികൃതർ കേസെടുക്കാൻ തയ്യാറായത്. ഒരാഴ്ച മുൻപ് നടന്ന സംഭവത്തിൽ യുവാവിനെ പിടികൂടാനായില്ല. വീണ്ടും അംഗീകാരത്തിളക്കത്തിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന 2025 അവാർഡിൽ ഗോൾഡൻ പുരസ്കാരമാണ് നഗരസഭയെ തേടിയെത്തിയത്. ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും. സിൽവർ പുരസ്കാരത്തിന് അർഹത നേടിയ സംസ്ഥാനത്തെ 3 നഗരസഭകളിൽ പട്ടാമ്പിയും ഉൾപ്പെട്ടിട്ടുണ്ട്. 2 സ്വർണം, 3 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് അംഗീകാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന വഴിയോരങ്ങളും ഭാരതപ്പുഴയോരങ്ങളും ഉൾപ്പെടെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ മാലിന്യമുക്തമാക്കിയെടുത്തു. നഗരത്തിലെയും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചു. ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ 100% നേട്ടം കൈവരിച്ചു. ഡയപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആക്രി ആപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഷൊർണൂർ നഗരസഭയെ നേട്ടത്തിന് അർഹത നേടിക്കൊടുത്തത്. സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകി വരുന്ന 2025 അവാർഡിൽ ഗോൾഡൻ പുരസ്കാരമാണ് നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നത്. 27 ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും. ദേശീയതലത്തിൽ ഇന്ന് 108ാം റാങ്കാണ് മാലിന്യ സംസ്കരണത്തിൽ ഷൊർണൂർ നഗരസഭയ്ക്കുള്ളത്. സ്വച്ഛ് സർവേഷന്റെ 3 സ്റ്റാർ പദവി ലഭിച്ച സംസ്ഥാനത്തെ 3 നഗരസഭകളിൽ ഒന്നാണ് ഷൊർണൂർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കര മേപ്പാടത്ത് കൂട്ട ആത്മഹത്യാശ്രമം നടത്തിയ കുടുംബത്തിലെ അമ്മയും മരിച്ചു. ഗുരുതരമായ രീതിയിൽ ചികിത്സയിലായിരുന്നു മരണപ്പെട്ട 34-കാരി ഷൈജ. മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു. ഷൈജയുടെ മകനും അണിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. ശൈലജയുടെ മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു. പിഞ്ചുബാലികയായ അണിമയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ മരണം. ഭർത്താവ് പ്രദീപ് 2 ആഴ്ച മുൻപ് മരിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമവും സാമ്പത്തിക ബാധ്യതകളുമാണ് ശൈലജയെയും മക്കളെയും ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നിഗമനം. ഐസ്ക്രീമിൽ എലിവിഷം കലർത്തിയാണ് മൂവരും കഴിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ശൈലജ ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങിയതോടെ ചേലക്കര ഗ്രാമം ദുഃഖത്തിലാണ്ടു. ഒരു കുടുംബത്തിലെ 2 ജീവനുകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് നാട്. എങ്കിലും ശൈലജയുടെ മകനും അണിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു വരികയാണെന്ന വാർത്ത ഈ ദുരന്തത്തിനിടയിലും നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മംഗല സ്വദേശിയായ വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. മംഗല കണ്ണമ്പരിയാരം പ്രവീണിന്റെ മകനും ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയുമായ 14 വയസ്സുകാരൻ വിശ്വജിത്തിനെയാണ് വ്യാഴാഴ്ച രാത്രി മുതൽ കാണാതായത്. കണ്ടുകിട്ടുന്നവർ മംഗല, ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. പോലീസുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9400783517. വാടനാംകുറിശ്ശിയിലുള്ള ഷൊർണൂർ BRCയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. മുഹമ്മദ് മുഹ്സിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. BRCയിൽ പരിധിയിൽ വരുന്ന പ്രീ പ്രൈമറി, LP ഉൾപ്പെടെയുള്ള 61 വിദ്യാലയങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ SSK പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് കളിയങ്കണം സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത്. വാരണാസിയിലുള്ള ഷൊർണൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളിയങ്കണം സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം മുഹമ്മദ് മുഹ്സിൻ MLA നിർവഹിച്ചു. ഈ വിതരണം നടക്കുമ്പോൾ നമ്മുടെ ഈ ഷൊർണൂർ BRCയിലെ 61 സ്കൂളുകളിലാണ് ഇതിൻ്റെ ഭാഗമായി ഏതാണ്ട് 5000 രൂപ വരുന്ന സ്പോർട്സ് കിറ്റ് ഓരോ സ്കൂളുകൾക്കും വിതരണം ചെയ്യുന്നത്. കേരള സ്പോർട്സ് അതോറിറ്റിയുമായി ചേർന്നാണ് ഇത് വിതരണം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അച്ചടക്കമുണ്ടാകാനും അവരുടെ ശാരീരിക മാനസിക വളർച്ച ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ഒരു കൃത്യത, ക്രമം എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുമൊക്കെ. BRC ഹാളിൽ നടന്ന പരിപാടിയിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ, ഷൊർണൂർ AEO സുവർണകുമാരി എന്നിവർ സംസാരിച്ചു. BPC ബിന്ദു ടീച്ചർ സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു. BRC പരിധിയിൽ വരുന്ന പ്രീ പ്രൈമറി, LP
ഉൾപ്പെടുന്ന 61 വിദ്യാലയങ്ങളിലേക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. ചടങ്ങിൽ അധ്യാപകർ, BRC ജീവനക്കാർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള നെറ്റ്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 27-28 തീയതികളിൽ പാലക്കാട് മേഴ്സി കോളേജിൽ നടക്കും. 14 ജില്ലകളിൽ നിന്നായി 400ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് S. നജീമുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2015 അംഗീകാരം കിട്ടിയ സംഘടന, സ്പോർട്സ് കൗൺസിൽ, ഒളിമ്പിക് അസോസിയേഷൻ തുടങ്ങിയവയുടെ അംഗീകാരത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 2015 ശേഷം ജില്ലകളിൽ സജീവമായ സംഘടനയ്ക്ക് കീഴിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ വിജയികളാവുന്നവർക്ക് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടം ലഭിക്കുമെന്നും നജീമുദ്ദീൻ പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലകൾ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന വളരെ കളർഫുള്ളായ ഒരു മത്സരമാണ്. 2015 കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസോടനുബന്ധിച്ചാണ് ഈ അസോസിയേഷനും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കേന്ദ്ര ഗവൺമെന്റ് എല്ലാം അംഗീകാരം നൽകുകയും അതനുസരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും നിരവധി കായിക താരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഈ ഗെയിമിന്റെ വളർച്ച ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിനനുസരിച്ചുള്ള പ്രാക്ടീസും അതോടൊപ്പം തന്നെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയുമാണ്. ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ, ട്രഷറർ മിനി സജി, ഓർഗനൈസിംഗ് സെക്രട്ടറി സത്യൻ AS, വൈസ് ചെയർമാൻ ഉദയശങ്കർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോഷൻ മാ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ICDSന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായാണ് പോഷൻ മാ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല പരിപാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ JHI ശൈലജ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ICDS സൂപ്പർവൈസർ ശ്യാംലി, അംഗനവാടി ടീച്ചർ ഉഷാദേവി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 40 അംഗനവാടികളിലെ അധ്യാപകരും ഓരോ അംഗനവാടി പരിധിയിൽപ്പെടുന്ന ഒരു മാതാവുമാണ് പോഷൻ മാ പരിപാടിയിൽ പങ്കെടുത്തത്. വിവിധതരം പോഷകാഹാരങ്ങളാണ് ഉണ്ടാക്കിയത്. ICDSന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പോഷൻ മാ പരിപാടി സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെയാണ് പോഷൻ മാ മാസാചരണ പരിപാടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. അത് വേണമെങ്കിൽ വളരെ രൂക്ഷമായ പ്രദേശങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയും. നമ്മൾ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കും. പലരും നമ്മൾക്ക് ചോദിക്കില്ല, കേട്ടാ കുടിച്ചെത്താൻ പറഞ്ഞിട്ടല്ലോ ഞാൻ കുടിക്കട്ടെ, അതെന്തായാലും ഇപ്പൊ പോയിട്ട് അവലോകന യോഗത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയെക്കുറിച്ച് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PR പ്രകാശൻ, ചൂലന്നൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദേവദാസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിലെ ജീവനക്കാരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ TP സന്ദീപ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നൌഫിയ, പഞ്ചായത്ത് സെക്രട്ടറി S. അഫ്താബ്, പഞ്ചായത്ത് ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ പരാതികൾ കാര്യക്ഷമമായി ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പർമാരും കർഷക സംഘം സെക്രട്ടറിമാരും കർഷകരെയും ഉൾപ്പെടുത്തി ഒരു സ്ക്വാഡ് രൂപീകരിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി വിതരണം ചെയ്തു. വാണിയംകുളം വെറ്റിനറി ഡിസ്പെൻസറിയിൽ നടന്ന മുട്ടക്കോഴി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ
മുട്ട മാംസം സ്വയം പര്യാപ്തത എന്ന പദ്ധതി ലക്ഷ്യം വെച്ച് 600 പേർക്ക് മുട്ടക്കോഴി വിതരണത്തിന് വേണ്ടി വെച്ച പ്രോജക്റ്റാണ്. 341 ആളുകൾക്കാണ് 461 ആളുകൾക്കാണ് ഇന്ന് മുട്ടക്കോഴി വിതരണം ചെയ്യുന്നത്. അതിനാവശ്യമായി മുട്ടക്കോഴി ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുകൾ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ടോക്കൺ വാങ്ങണ മുറക്കി വളരെ വേഗത്തിൽ വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വി സിന്ധു, കെ എസ് മഞ്ജിമ, എ സി സുബ്രഹ്മണ്യൻ, വെറ്റിനറി ഡോക്ടർ ലേഖ എന്നിവർ സംസാരിച്ചു. 600 പേർക്ക് 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. ഗുണഭോക്തൃ വീതം ഉൾപ്പെടെ 4 ലക്ഷം രൂപയുടെയാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ ക്ലാസ് മുറി കെട്ടിടത്തിന്റെ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. പ്രവർത്തികൾ വിലയിരുത്തുന്നതിനായി MLA സ്ഥലം സന്ദർശിച്ചു. സർക്കാരിന്റെ 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ തുക നീക്കിവെച്ച 1 കോടി രൂപ ചിലവഴിച്ചാണ് വാടനാംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നിലകളിലായി 6 ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ ഉണ്ടായിരിക്കുക. നിലവിൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മൂസിൻ MLA സ്കൂൾ സന്ദർശിച്ചു. ഇവിടെ നേരത്തെ 85 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 85 ലക്ഷം രൂപയുടെ ഒരു പുതിയ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കി. അതിനുശേഷമാണ് 1 കോടി രൂപയുടെ ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ഇതിനപ്പുറത്ത് തൊട്ടപ്പുറത്താണ് നമ്മുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂള് നിൽക്കുന്നത്. അവിടെ 3 കോടി രൂപയുടെ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു. 2 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പ്രപ്പോസൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ 4 കെട്ടിടങ്ങളുടെ നിർമ്മാണം ഈ പറഞ്ഞ 9 വർഷം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി 4-ന് പുറമെ 5-മത്തെ ഒരു കെട്ടിടത്തിൻ്റെ പ്രപ്പോസൽ കൂടി ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്. അധികം വൈകാതെ അതുകൂടി യാഥാർത്ഥ്യമാകും എന്നാണ് കരുതുന്നത്. നേരത്തെ മുഹമ്മദ് മൂസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപ ചിലവഴിച്ച് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരുന്നു. ഈ കെട്ടിടത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത്. മുഹമ്മദ് മുസ്ലിം MLAയ്ക്കൊപ്പം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാസങ്ങളോളമായി ഉപേക്ഷിച്ച നിലയിൽ ബൈക്ക് കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിലാണ്. അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈലിന് സമീപമാണ് ഹീറോ ഹോണ്ട ഷൈൻ KL 546967 എന്ന നമ്പറിലുള്ള ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉള്ളത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ 41ാമത് സമ്മേളനം വള്ളത്തോൾ നഗർ ഗസ്റ്റ് ഹൗസ് ഹാളിൽ നടന്നു. AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് PV മുരളി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് അത്താണി യൂണിറ്റിന്റെ സമ്മേളനം നടന്നത്. തൊട്ടടുത്ത ദിവസം വടക്കാഞ്ചേരി യൂണിറ്റ് സമ്മേളനം നടത്തുന്നതാണ്. അത് ചിട്ടയോടുകൂടി യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനം, മേഖലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും നടത്തുന്ന ഒരു ഏക സംഘടനയാണ്. സാന്ത്വനം പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേര് നമ്മുടെ സഹപ്രവർത്തകര് നമ്മളിൽ നിന്ന് അകന്നു പോയി എന്നുള്ളത് അറിയാം. അവരുടെ കുടുംബത്തിന് മറ്റ് ഏത് സംഘടനകൾ ചെയ്യുന്നതിനേക്കാളും സുതാര്യമായിട്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് AJ ലിൻഡോ ആൽഫ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ചവരെയും മറ്റു വിവിധ അംഗീകാരങ്ങൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി റംലത്ത് റഷീദ് യൂണിറ്റ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ റഷീദ് കുഞ്ഞോൾ വാർഷിക കണക്ക് അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ പ്രസാദ്, PRO മിഥുൻ, മേഖലാ ശാസ്ത്രീയ സംഘം കൺവീനർ സുജിത്, വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഡെന്നി പാർലിക്കാട്, പ്രണവ് ലെൻസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ഇൻചാർജും ജില്ലാ കമ്മിറ്റി അംഗവുമായ രാഹുൽ കല്ലമ്പാറ പുതിയ ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പുതിയ യൂണിറ്റ് പ്രസിഡന്റായി സുബിൻ ചെറുതുരുത്തി, സെക്രട്ടറി AJ ലിൻഡോ ആൽഫ, ട്രഷറർ റഷീദ് കുഞ്ഞോൾ വടക്കാഞ്ചേരി മേഖലയിലേക്ക് ഷാജി ലെൻസ്മാൻ, മണി ചെറുതുരുത്തി, സുജിത് മറ്റ് സഹഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദിബിൻ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന അഷ്ടമംഗല ദേവപ്രശ്നം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നം വെള്ളിയാഴ്ചയാണ് സമാപിച്ചത്. പ്രശ്നചിന്തനം നടത്തി ക്ഷേത്രത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനു വേണ്ടിയാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത്.
മുഖ്യ ദൈവജ്ഞൻ കൈമുക്ക് നാരായണൻ നമ്പൂതിരി, സഹദൈവജ്ഞന്മാരായ അമ്പലക്കോത്ത് വിജയരാഘവ പണിക്കർ, അരിക്കുളങ്ങര സുരേഷ് പണിക്കർ, ആമയൂർ വേണുഗോപാല പണിക്കർ എന്നിവരാണ് ക്ഷേത്രത്തിൽ 3 ദിവസമായി അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത്. കവളപ്പാറ സ്വരൂപം പ്രതിനിധി പ്രകാശ് വർമ്മ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, സെക്രട്ടറി രാജഗോപാൽ, വൈസ് പ്രസിഡന്റ് ബാലൻ കൂണിത്തറ, ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ്, ട്രഷറർ സുകുമാരൻ പുത്തൻവീട്ടിൽ എന്നിവരും നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. മാറ്റുലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റിയിട്ടും നാളിതുവരെ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ്? ഈ നടപടിയിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? മാറ്റുലിയിലേക്ക്. ഒരു ആരോപണം, ഒരു വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിൻ്റെ പേരിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു നടപടി, കർശന നടപടിയാണ് KPCCയും കോൺഗ്രസ് ഹൈക്കമാൻഡും സ്വീകരിച്ചിട്ടുള്ളത്. ഈ നടപടി തികച്ചും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്തരം നടപടികളൊന്നും കണ്ടുവരാറുള്ളതായിട്ട് കണ്ടിട്ടില്ല. പുതിയ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ഇനിയും നിയമിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. അത് അധികം വൈകാതെ തന്നെ മുൻഗാമികളെപ്പോലെ തന്നെ ഒരു പിൻഗാമി വരും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് പാർട്ടിയുടെ തീരുമാനമാണ്. പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും യുക്തമായ തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് പ്രസിഡന്റിനെ അവരോധിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽജി ഉൾപ്പെടെ വോട്ട് ചോറ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും അതിൻ്റേതായ തിരക്കിൽ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വിഷയം മാത്രമേ അതിൽ കാണാൻ കഴിയും. എന്തായാലും എത്രയും പെട്ടെന്ന് അധ്യക്ഷ സ്ഥാനത്ത് എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനെ സംബന്ധിച്ച് അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര കാര്യം എന്നതിനപ്പുറം ഒരു വലിയ പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അനുയോജ്യരായ വ്യക്തികളെ ഐക്യത്തോടെ പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചതൊരു പുത്തിരിയല്ല. ജനങ്ങൾക്കും അക്കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധം യൂത്ത് കോൺഗ്രസിനകത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തും ഒട്ടേറെ വിഭാഗങ്ങൾ നിലവിലുണ്ടായിരുന്ന ഗ്രൂപ്പുകൾക്ക് പുറമെ പുതിയ പുതിയ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും രൂപപ്പെട്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള സംസ്ഥാന ഘടകം ദുർബലമായിരിക്കുന്നു. ഓരോ ദിനം കഴിയുന്തോറും കൂടുതൽ ആ പാർട്ടി സംഘടനാപരമായി താഴേക്ക് തകർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ വിഷയത്തിൽ കോൺഗ്രസിന് മാതൃക മുസ്ലിം ലീഗ് എന്ന CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും CPIM ജില്ലാ സെക്രട്ടറി. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നും വെല്ലുവിളി. കയ്യും വെട്ടും കാലും വെട്ടും എന്ന പ്രയോഗം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതാണെന്നും എൻ സുരേഷ് ബാബു. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിൽ MP-ക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധം. തൃശൂർ വടക്കാഞ്ചേരിയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് റേഞ്ച് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകണമെന്നും BJP. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സാക്ഷരത,
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതായും മന്ത്രി. വിഷൻ 2031 സംഘാടക സമിതി യോഗം പാലക്കാട്ട്. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പണം വെച്ച് ചീട്ടുകളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വീട്ടുടമ ഉൾപ്പെടെ 24 പേർ പോലീസ് പിടിയിൽ. ഇവരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന അനുബന്ധ സാമഗ്രികളും പിടിച്ചെടുത്തു. 6ഓളം വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കൊടുങ്ങല്ലൂരിൽ അറസ്റ്റ് വാറന്റുമായി എത്തിയ പോലീസിനെ കണ്ട് പ്രതി കുളത്തിൽ ചാടി. വീണ്ടും അംഗീകാരത്തിളക്കത്തിൽ ഷൊർണൂർ നഗരസഭ. നഗരസഭയെ തേടിയെത്തിയ സ്വർണ്ണ മെഡൽ. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള അംഗീകാരം. പുരസ്കാരം ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭാ അധികൃതർ ഏറ്റുവാങ്ങും. വടക്കാഞ്ചേരി ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും മലമ്പാമ്പുകളുടെ സാന്നിധ്യം ആശ്വാസകരമല്ലാത്ത വിധം വർദ്ധിക്കുന്നതിൽ പ്രദേശവാസികൾ ഭീതിയിൽ. ജനവാസ മേഖലയിൽ നിന്നും പിടികൂടിയത് കൂറ്റൻ മലമ്പാമ്പിനെ. അട്ടപ്പാടിയിൽ മലമ്പാമ്പിനെ കഴുത്തിലിട്ട യുവാവിന്റെ അഭ്യാസ പ്രകടനം. കേസെടുത്ത് വനംവകുപ്പ്. ചേലക്കര മേപ്പാടത്ത് കൂട്ട ആത്മഹത്യാശ്രമം നടത്തിയ കുടുംബത്തിലെ അമ്മയും മരിച്ചു. മരിച്ചത് 34 വയസ്സുള്ള ഷൈജ. മകൾ 6 വയസ്സുള്ള അണിമ 2 ദിവസം മുൻപ് മരണപ്പെട്ടിരുന്നു. ഷൈജയുടെ മകനും അണിമയുടെ സഹോദരനുമായ അക്ഷയ് അപകടനില തരണം ചെയ്തു എന്നത് ആശ്വാസവാർത്ത. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.